എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 ഫിസിക്സിലെ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ടെക്സ്റ്റ് ബാക്ക് എക്സസൈസിൻ്റെ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ട് 1-ൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബാക്ക് എക്സസൈസസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക് ഡയറക്റ്റായിട്ട്. Look at the following graphs carefully and state with reasons which of these cannot possibly represent one-dimensional motion of a particle. 4 ഗ്രാഫ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് പോസിബിൾ അല്ലാത്തത്, വൺ ഡയമെൻഷണൽ മോഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റാത്ത ഗ്രാഫുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഗ്രാഫുകളാണ് ആദ്യം തന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് XT ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ്. പിന്നെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഡയഗ്രാം സിയിൽ സ്പീഡ് ടൈം ഗ്രാഫാണ്. ഡിയിൽ ടോട്ടൽ പാത്ത് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഗ്രാഫ് നോക്കാം. എ, ഇതിൽ പൊസിഷൻ ടൈം എന്ന് പറയുമ്പം ഇത് രണ്ട് ഇതിൽ കാണിക്കുന്നു. നോക്കൂ, ഇത് രണ്ട് ആക്സിസിലേക്ക് ഒരു ടൈമിൽ തന്നെ രണ്ട് പൊസിഷൻസ് കാണിക്കുന്നു. ഒരു ടൈമിൽ നമുക്ക് രണ്ട് പൊസിഷൻസ് കാണാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഞാനിപ്പോൾ ഒരു സെക്കൻഡിൽ, ഞാൻ 5th സെക്കൻഡിൽ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അതേ സമയത്ത് വേറൊരു സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരു സമയത്ത് ഒരു പൊസിഷനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കി, ഈ ടൈം ആക്സിസിൽ രണ്ട് പൊസിഷൻസ് കാണിക്കുന്നുണ്ട്. ഒരു ടൈമിന് രണ്ട് പൊസിഷൻസ്. അപ്പം എ നോട്ട് പോസിബിൾ. ഈ ഗ്രാഫ് പറ്റില്ല, നോട്ട് പോസിബിൾ ആണ്. ഇവിടെ നമുക്ക് നെഗറ്റീവിലേക്കും പോയിരിക്കുന്നു. ടൈമിന് നമ്മൾ നെഗറ്റീവ് ആക്സിസിലേക്കും പോയിരിക്കുന്നു. എന്താ പറയുക, പൊസിഷനും നെഗറ്റീവിലേക്ക് പോയിരിക്കുന്നുണ്ട്. അവിടെയും നമുക്ക് കാണാൻ രണ്ട് പൊസിഷനാണ്, ഒരേ ടൈമിന് രണ്ട് പൊസിഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ വൺ ഡയമെൻഷണൽ മോഷനിൽ നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനെ നമുക്ക് ചില സമയത്തിൽ 2 ഡയമെൻഷണൽ മോഷൻ, നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ 2 ഡയമെൻഷണൽ മോഷൻ പഠിക്കും, മോഷനെ പ്ലെയിനിൽ പഠിക്കും. ആ സമയത്ത് നമുക്ക് ഇതുപോലുള്ള, എന്തായാലും നമുക്ക് രണ്ട് പൊസിഷൻ ഒരു സമയത്ത് കാണിക്കാൻ പറ്റില്ല. പക്ഷേ ഇതുപോലുള്ള ഗ്രാഫുകൾ നിങ്ങൾ അവിടെ കാണും. പക്ഷേ ഇത് പറ്റില്ല, വൺ ഡയമെൻഷണൽ മോഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ബി ആണെങ്കിലോ, വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമുക്ക് ഒരു ടൈമിൽ രണ്ട് വെലോസിറ്റി, ഒരു കാറ് മൂവ് ചെയ്യുമ്പോൾ ഒരു കാറിന് ഒരേ സമയത്ത് രണ്ട് വെലോസിറ്റി കാണാൻ പറ്റുമോ? ഇവിടെ നമുക്ക് രണ്ട് നെഗറ്റീവ് ആക്സിസിലേക്കും കൂടിയും പോയിട്ടുണ്ട്. ആദ്യത്തേൽ പൊസിഷൻ ടൈമിൽ രണ്ട് പൊസിഷൻ കാണിച്ചാൽ അത് രണ്ടും ഒരേ ആക്സിസിലാണ്, പോസിറ്റീവ് എക്സ് ആക്സിസിലാണ് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നുകിൽ നെഗറ്റീവ് എക്സ് ആക്സിസിൽ. പക്ഷേ ഇവിടെ ഒരേ ടൈമിന് ഒരു വെലോസിറ്റി പോസിറ്റീവ്, ഒരു വെലോസിറ്റി നെഗറ്റീവും കാണിച്ചിരിക്കുന്നത്. അതും നോട്ട് പോസിബിൾ. ഇത് നോട്ട് പോസിബിൾ ആണ്. ഇത് വൺ ഡയമെൻഷണൽ മോഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. അടുത്തത് സ്പീഡ് ടൈം ഗ്രാഫ്. സ്പീഡ് നോക്കൂ, സ്പീഡ് ടൈമും കാണിച്ചിരിക്കുന്നത്. സ്പീഡ് നമ്മൾ നെഗറ്റീവ് ആവാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് പറയാം, ഇത് കറക്റ്റ് അല്ല. നെഗറ്റീവ് സ്പീഡ് ഈസ് നോട്ട് പോസിബിൾ. സ്പീഡ് കനോട്ട് ബി നെഗറ്റീവ്. സ്പീഡ് എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്ഷൻ സ്പെസിഫിക് അല്ല. അപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ ഗ്രാഫും കറക്റ്റ് അല്ല. സ്പീഡ് കനോട്ട് ബി നെഗറ്റീവ്. ഗ്രാഫ് ഡി ആയാലോ, അതിലും പാത്ത് ലെങ്ത്തും ടൈമും ആണ്. ഇവിടെ പാത്ത് ലെങ്ത്ത് നമ്മൾ ഒരു ടൈമിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പാത്ത് ലെങ്ത്ത് എന്ന് പറയുന്നത് സ്കലാർ ക്വാണ്ടിറ്റിയാണ്. ആ പാത്ത് ലെങ്ത്ത് എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. പാത്ത് ലെങ്ത്ത് നമുക്ക് കുറയാൻ പറ്റില്ല. ടൈം കൂടുന്തോറും പാത്ത് ലെങ്ത്ത് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, നമുക്ക് പാത്ത് ലെങ്ത്ത്, ഇവിടെ പാത്ത് ലെങ്ത്ത് ഇസ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്. പാത്ത് ലെങ്ത്ത് നെവർ ഡിക്രീസസ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. പാത്ത് ലെങ്ത്ത് നെവർ ഡിക്രീസസ്. അതേസമയം വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് പോസിബിൾ ആണ് കേട്ടോ. വെലോസിറ്റിയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് കാണിക്കുന്നതെങ്കിൽ അത് പോസിബിൾ ആണ്. പക്ഷേ ഇത് പാത്ത് ലെങ്ത് ആണ്. പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ സ്കലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അത് നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കില്ല. നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എപ്പോഴായാലും തിരിച്ചു വരികയാണെങ്കിലും കൂടിയും, പക്ഷേ ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും ആ 4 ഗ്രാഫും വൺ ഡയമെൻഷണൽ മോഷനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രാഫ്സ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ. A police van moving on a highway with a speed of 30 km/h fires a bullet at a thief's car, speeding away in the same direction with a speed of 192 km/h. If the muzzle speed of the bullet is 150 m/s, with what speed does the bullet hit the thief's car? Note: obtain that speed which is relevant for damaging the thief's car. A police van moving on a highway with a speed of 30 km/h
fires a bullet at a thief's car speeding away in the same direction with a speed of 192 km/h. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. എന്നിട്ടോ അപ്പോൾ ഇയാൾ പോലീസ് വാനിന് ബുള്ളറ്റ് ഫയർ ചെയ്തു. അപ്പം തീഫിൻ്റെ കാറ് 192 km/h മൂവ് ചെയ്യണത്. അപ്പം നമുക്ക് സ്പീഡ് ഓഫ് ദ പോലീസ് വാൻ എത്രയാണ്? VP എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. 30 km/h. 30 km/h കൺവേർട്ട് ചെയ്യുക. 30 × 5/18 m/s. അപ്പോൾ അത് നമുക്ക് 25/3 m/s എന്ന് കിട്ടും. അതേപോലെ സ്പീഡ് ഓഫ് ദ തീവ്സ് കാർ VT എന്ന് റെപ്രസെൻറ്റ് ചെയ്ത 192 × 5/18. അപ്പോൾ അതെത്ര കിട്ടും? 160 / 3 m/s എന്ന് കിട്ടും. സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ് എത്ര കിട്ടും? സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഈ പോലീസ് വാനിന്ന് ബുള്ളറ്റ് ഫയർ ചെയ്തു. അപ്പോൾ ആ സ്പീഡും മറ്റേ പോലീസ് വാനിൻ്റെ സ്പീഡും കൂടിയിട്ടുള്ള റിലേറ്റീവ് സ്പീഡാണ് എന്ത്? സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ് വരിക. അപ്പോൾ എത്ര വരും? സ്പീഡ് ഓഫ് ദ പോലീസ് വാൻ അതെത്രയാ? 25/3 പ്ലസ് സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ് കിട്ടും. 150 m/s മസിൽ സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്താൽ 475 / 3 m/s എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ പോലീസ് വാനിൽ നിന്നാണ് നമ്മൾ ഈ ബുള്ളറ്റ് ഫയർ ചെയ്യുന്നത്. അപ്പം ആ മസിൽ സ്പീഡിൻ്റെ ബുള്ളറ്റിൻ്റെ മാത്രം സ്പീഡാണ്. അപ്പോൾ നമ്മൾ ശരിക്കും അതിൻ്റെ എഫക്റ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദ പോലീസ് വാൻ പ്ലസ് ദ മസിൽ സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ് വരും. അപ്പം 475/3 m/s. ഇനി നമ്മൾ എന്താ ചോദിച്ചിരിക്കുന്നത്? വിത്ത് വാട്ട് സ്പീഡ് ഡസ് ദ ബുള്ളറ്റ് ഹിറ്റ് ദ തീവ്സ് കാർ. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ തീവ്സ് കാർ. VBT എന്ന് പറഞ്ഞാൽ VB മൈനസ് VT. വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് മൈനസ് വെലോസിറ്റി ഓഫ് ദ തീവ്സ് കാർ. അപ്പോൾ വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് എത്രയായിരുന്നു? അത് കമ്പൈൻഡ് എഫക്റ്റ് ആണ്. എന്ത്? പോലീസ് കാറിൻ്റെ വെലോസിറ്റി പ്ലസ് വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ് ആണ് എന്ത്? VB. അപ്പം 475/3 മൈനസ് വെലോസിറ്റി ഓഫ് ദ തീവ്സ് കാർ 160 / 3. ഇത് രണ്ടും സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടെ സൈൻ ഒന്നും മാറുന്നില്ല. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പിന്നെ കള്ളൻ്റെ കാർ അല്ലെങ്കിൽ പോലീസിൻ്റെ കാർ വരുന്നതെങ്കിൽ അവിടെ അഡീഷനാണ് വരിക. അപ്പോൾ 475 മൈനസ് 160 വരും. /3 ചെയ്താൽ 105 m/s എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. A three-wheeler starts from rest, accelerates uniformly with 1 m/s² on a straight road for 10 seconds, and then moves with uniform velocity. Plot the distance covered by the vehicle during the nth second, n equals 1, 2, 3, etc. versus n. What do you expect this plot to be during accelerated motion? A straight line or a parabola? A three-wheeler starts from rest. അപ്പം initial velocity is equal to 0. It accelerates uniformly with 1 m/s². അപ്പം acceleration is equal to 1 m/s² on a straight road for 10 seconds. അപ്പം then moves with after that it moves with uniform velocity. അപ്പം nth സെക്കൻഡിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല നമ്മൾ പഠിച്ചിരിക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ nth സെക്കൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു u പ്ലസ് ½ a ഇൻറ്റു 2n മൈനസ് 1. ഈ ഫോർമുല നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷനിലൊന്നും പഠിച്ചിട്ടില്ല, ടെക്സ്റ്റ് ബുക്കിൽ ഡിറൈവ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഫോർമുല നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഈസി ആയിരിക്കും. Sn is equal to u plus ½ a ഇൻറ്റു 2n മൈനസ് 1. ഫസ്റ്റ് കേസിൽ ഈ n എന്ന് പറയുന്നത് എത്രാമത്തെ സെക്കൻഡിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ u0 ആയത് കാരണം Sn is equal to ½ a ഇൻറ്റു 2n മൈനസ് 1. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്കൻഡിൽ ഇട്ടാലോ. ഫസ്റ്റ് സെക്കൻഡ് S1 is equal to ½ ഇൻറ്റു 2 ഇൻറ്റു 1 മൈനസ് 1. അപ്പോൾ 2 മൈനസ് 1 1/2 എന്ന് പറഞ്ഞാൽ 0.5 മീറ്റർ. S2 എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ ½ ഇൻറ്റു 2 ഇൻറ്റു 2 മൈനസ് 1. അപ്പോൾ 4 മൈനസ് 1 3/2 1.5. അതേപോലെ നമ്മൾ കുറച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ഒരു 5-6 വാല്യൂസ് എടുക്കുക. S3 എന്നുള്ളത്
1/2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്നിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. n 2 ഇൻറ്റു 3 മൈനസ് 1. അപ്പോൾ അതിൽ കിട്ടും 2.5 മീറ്റേഴ്സ്. ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. S4 എന്നുള്ളത് 1/2 ഇൻറ്റു 2 ഇൻറ്റു 4 മൈനസ് 1. അപ്പോൾ അതിൽ കിട്ടും 3.5. S5 1/2 ഇൻറ്റു 2 ഇൻറ്റു 5 മൈനസ് 1. അപ്പം 9/2 4.5 മീറ്റർ എന്ന് കിട്ടും. S6 1/2 ഇൻറ്റു 2 ഇൻറ്റു 6 മൈനസ് 1 12 മൈനസ് 1 11 11/2 5.5 അങ്ങനെ കിട്ടും നമ്മൾ ചെയ്ത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യണം, ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. എങ്ങനെ പ്ലോട്ട് ചെയ്യും? അപ്പോൾ n വെച്ചിട്ട് നമ്മൾ n-ഉം എത്ര ഡിസ്പ്ലേസ്മെൻറ്റും n-ഉം ഡിസ്പ്ലേസ്മെൻറ്റും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ n-ഉം ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ n-ലും n എന്നുള്ളത് 1 2 3 എക്സെട്ര കൊടുക്കാം. 1 2 3 4 5 നമ്മളിപ്പോൾ എത്ര വരെ എടുത്തു? 6 വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 10 വരെ എടുക്കുക. 10 വരെ എടുത്തിട്ട് അതേപോലെ y ആക്സിസിൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട് എന്നുള്ളത് പ്ലോട്ട് ചെയ്യുക. S1 എത്രയാ? നമുക്ക് 1 2 3 ഡിഫറൻസിൽ തന്നെ എടുത്താൽ മതി. 1 2 3 4 5 6. അപ്പോൾ അതിൻ്റെ മിഡ് പോയിന്റ് വരുമ്പോൾ 1.5 എന്നൊക്കെയുള്ള പോയിന്റ് ഇടാമല്ലോ. അപ്പം ഫസ്റ്റ് സെക്കൻഡിൽ 0.5, സെക്കൻഡിൽ 1.5, തേർഡ് സെക്കൻഡിൽ 2 കഴിഞ്ഞ് 2-നും 3-ൻ്റെ ഇടയിൽ 2.5, ഫോർത്ത് സെക്കൻഡിൽ 3.5. അപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ഇങ്ങനെ വരുക. പോയിൻറ്റ്സ് ഒക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. അപ്പോൾ യൂണിഫോം ആയിട്ടാണ് അത് പോകുന്നത്. അപ്പം വാട്ട് യു എക്സ്പെക്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ ഓർ പരാബോള. നമ്മൾ വരച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് വരുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു 1 ഡയമെൻഷണൽ മോഷനാണ്. അപ്പോൾ ഫോർമുലയാണ് ആദ്യം പഠിച്ചിരിക്കുന്നത്. Sn is equal to u plus half a into 2n minus 1. ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ nth സെക്കൻഡ് ഓഫ് മോഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോയ് സ്റ്റാൻഡിങ് ഓൺ എ സ്റ്റേഷനറി ലിഫ്റ്റ് open from above throws a ball upwards with the maximum initial speed he can equal to 49 meter per second. How much time does the ball take to return to his hands if the lift starts moving up with a uniform speed of 5 meter per second and the boy again throws the ball up with the maximum speed he can? How long does the ball take to return to his hands? A boy standing on a stationary lift open from above throws a ball upwards with the maximum initial speed he can. So initial speed എത്രയാ? Initial speed 49 meter per second. How much time does the ball take to return to his hands if the lift starts moving up with a uniform speed of 5 meter per second and the boy again throws the ball up with the maximum speed he can? How long does it take to come the ball to his hands? അപ്പം ഈ കുട്ടി ബോൾ മുകളിലോട്ട് എറിയണം. ബോൾ മുകളിലോട്ട് എറിയുക എന്ന് പറയുമ്പം അവിടെ ലിഫ്റ്റ് സ്റ്റേഷനറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലിഫ്റ്റ് സ്റ്റേഷനറി ആണെങ്കിൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതെത്രയാ? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇത് ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ഹൗ മച്ച് ടൈം ഡസ് ദ ബോൾ ടേക്ക്? അപ്പം നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ബോള് ഈ കുട്ടി മുകളിലോട്ട് എറിഞ്ഞ് തിരിച്ച് താഴെ ഈ കുട്ടീൻ്റെ കയ്യിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര വരും? ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു 0 വരും. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് പൊസിഷനും ഇനീഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷനും സെയിം ആയാൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. നമ്മുടെ ഫോർമുല S ഈക്വൽസ് ut പ്ലസ് ഹാഫ് at² എടുത്തു കഴിഞ്ഞാൽ S 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 49 ആണ്. 49 ഇൻറ്റു t പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു t². അപ്പം ഇവിടെ നമ്മൾ മുകളിലോട്ടും എറിയുന്നുണ്ട് താഴോട്ടും എറിയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ 49 പ്ലസ് ഓർ മൈനസ് ഹാഫ് 9.8 t² എന്ന് ഇടാൻ പറ്റും. അപ്പോൾ നമ്മൾ പോസിറ്റീവ് റൂട്ട് ടൈം കാണേണ്ടത് പോസിറ്റീവ് വരുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ടൈം നെഗറ്റീവ് വരാൻ പറ്റില്ല.
അപ്പം ഇതിലുള്ള പോസിറ്റീവ് നമ്മൾ സോൾവ് ചെയ്യുമ്പം ഇതിൽ പോസിറ്റീവ് ആൻസർ വരുന്ന വാല്യൂ എടുക്കണം നമ്മൾ. പ്ലസ് ഓർ മൈനസ് എടുത്തത് ഇതിന് ബോളിന് അപ്വേർഡ് മോഷനും ഉണ്ട് ഡൗൺവേർഡ് മോഷനും ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ എന്താ വരിക, 4.9 t സ്ക്വയർ മൈനസ് 49t ഇസ് ഈക്വൽ ടു 0 വരും. അപ്പോൾ ഇതിനെ ടിക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ t ഈക്വൽ ടു 0 കിട്ടും, അല്ലെങ്കിൽ t ഇസ് ഈക്വൽ ടു 10 സെക്കൻഡ്സ് എന്ന് കിട്ടും. t ഈക്വൽ ടു 0 എന്നുള്ളത് നോട്ട് പോസിബിൾ ആണ്. അപ്പം നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ടൈമിന് 0 ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ടൈം ടേക്കൺ എന്നുള്ളത് t ഇസ് ഈക്വൽ ടു 10 സെക്കൻഡ്സ്. 10 സെക്കൻഡ്സ് ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഒരുമാതിരി എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബാക്ക് എക്സസൈസിന് ഒരുമാതിരി എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പം 3ാമത്തെ ചാപ്റ്ററും കഴിഞ്ഞു, ഡയമെൻഷൻസ് കഴിഞ്ഞു, ഫിസിക്കൽ വേൾഡ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പിന്നെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്റർ എന്നുള്ളത് പിന്നെ ലോസ് ഓഫ് മോഷൻ എടുക്കാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എടുക്കാം. മോഷൻ ഇൻ എ പ്ലെയിനും വെക്ടറും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അത് വലിയ ചാപ്റ്ററാണ്, അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അതൊരു പുതിയ കൺസെപ്റ്റാണ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ളത്. അപ്പോൾ ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ അടുത്തതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് വരും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്ററായിട്ട് കാണാം. താങ്ക് യു, ബൈ.